തേവലക്കരയിൽ സ്കൂളിൽ വെച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂളിനെതിരെ കടുത്ത നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ്. സ്കൂൾ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ട ഭരണം കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് കൈമാറി വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. മിഥുൻ കേരളത്തിന്റെ മകനാണെന്നും ഇത്തരം ദാരുണമായ സംഭവങ്ങൾ നടക്കാതിരിക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടുവരികയാണെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. ക്ലാസ് റൂമിന് സമീപത്തെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയപ്പോഴായിരുന്നു മിഥുൻ എന്ന 13-കാരന് ഷോക്കേറ്റ് ജീവൻ നഷ്ടപ്പെട്ടത്. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഗുരുതരമായ കൃത്യവിലോപം നടന്നതായി വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കടുത്ത നടപടികൾ വിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊണ്ടത്. തേവലക്കര സ്കൂളിലെ അപകടവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളതായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സ്കൂളിന്റെ മാനേജറും CPM മൈനാഗപ്പള്ളി കിഴക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ G തുളസീധരൻ പിള്ള നൽകിയ വിശദീകരണം തള്ളിക്കൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. സ്കൂൾ മാനേജ്മെന്റിന്റെ 11-അംഗ ജനകീയ സമിതിയിൽ എല്ലാവരും CPM പ്രാദേശിക നേതാക്കളും പ്രവർത്തകരുമാണ്. ഈ സമിതിയെയാണ് ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത്. KER ചാപ്റ്റർ 3(9) പ്രകാരം ഉള്ള കടമകൾ നിർവഹിക്കാത്തത് കൊണ്ട് 7 പ്രകാരം മാനേജർ നടപടിക്ക് അർഹനാണ്. ഈ പശ്ചാത്തലത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ട് സ്കൂളിന്റെ ഭരണം കൊല്ലം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർക്ക് കൈമാറിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവ് ഇറക്കും. അതേസമയം സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മാനേജർ R തുളസീധരൻ പിള്ള വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം.